റോഡിൽ ഡ്രൈവറുമായി തർക്കത്തിലേർപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രനെതിരെ സമരം ശക്തമാകുന്നു. നഗരസഭയ്ക്ക് മുൻപിൽ ഓവർടേക്കിംഗ് നിരോധന മേഖലയെന്ന് എഴുതിയ ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. യദുവിനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ ചീഫ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. നിയമന തട്ടിപ്പും ഫണ്ട് തട്ടിപ്പും ഇല്ലാത്ത പൊങ്കാലയുടെ കാശിന്റെ പേരിലുള്ള തട്ടിപ്പും സമരം കണ്ട തിരുവനന്തപുരം നഗരസഭ പുതിയൊരു സമരത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ സമരത്തിന്. മേയറും KSRTC ഡ്രൈവറും തമ്മിൽ റോഡിലുണ്ടായ തർക്കത്തിൽ മൂന്നാം ദിവസം മേയർക്കെതിരെയുള്ള സമരം തെരുവിൽ ശക്തമാകുകയാണ്. നഗരസഭയ്ക്ക് മുമ്പിൽ ഓവർടേക്കിംഗ് നിരോധിത മേഖലയെന്ന് ബോർഡ് സ്ഥാപിച്ചു. മേയറുണ്ട് സൂക്ഷിക്കുക എന്ന KSRTC ബസ്സുകളിലും പോസ്റ്റർ ഒട്ടിച്ചുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. മേയറോ മേയറുടെ കുടുംബമോ റോഡിലൂടെ പോയാൽ മറ്റാർക്കും സഞ്ചരിക്കാൻ പാടില്ല, മറ്റവരും അവരുടെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ലിഖിതമായിട്ടുള്ള നിയമമൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അവർ പോയാൽ ബസ്സുകൾ ഒതുക്കി കൊടുക്കണം, നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒതുക്കി കൊടുത്തില്ലെങ്കിൽ അവരെ തെറി വിളിക്കുന്നു, തന്തയുടെ വകയാണ് ഈ റോഡെന്ന് ചോദിക്കുന്നു. തിരിച്ചെന്തെങ്കിലും ഒരു ചോദ്യം, എന്താ മാഡം ഞങ്ങൾക്ക് ശമ്പളം തരാത്തത് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞ് പരാതി വരെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഹങ്കാരത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു മേയറെ കേരളത്തിൽ അല്ലെങ്കിൽ അനന്തപുരം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രതീകാത്മകമായി ഈ നഗരസഭ മുതൽ പാളയം വരെ ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്നുള്ള ഒരു ബോർഡ് യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ചത്. സംഭവത്തിൽ യദുവിനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ച് ചീഫ് ഓഫീസിലേക്ക് KSRTC ജീവനക്കാരുടെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിച്ചു. ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് അവരുടെ അഹങ്കാരമാണ്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഓടാൻ KSRTCക്ക് എന്ത് അധികാരം? ഞങ്ങളല്ലേ ഈ കാറിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര സുഗമമാക്കാൻ മറ്റു വാഹനങ്ങളെല്ലാം മാറിക്കൊടുക്കണം എന്നുള്ള അഹങ്കാരമാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അഹങ്കാരത്തിന്റെ ട്രാൻസ്ലേഷനായി CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ താൽക്കാലികമായിട്ടാണ് യദുവിനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയതെന്നാണ് മാനേജ്മെന്റ് വിശദീകരണം. മന്ത്രിക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം യദുവിന്റെ പരാതിയിൽ മേൽ മേയർക്കെതിരെ കേസെടുക്കാത്തതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.